ജീവിതം തകർന്നു പോയി, മുടിഞ്ഞു പോയി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുകി പോകുന്ന പോലെ മനുഷ്യന്മാർ നശിച്ച് പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് കണ്ടു നിൽക്കുന്നവർ ശപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നിർജ്ജലീകരിക്കണ പോലെ ആധ്യാത്മികമായിട്ട് നിർജ്ജലീകരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം, വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ, അതെങ്ങനെയാണ് അവിടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം അതിന് കരകയറാനുള്ള മാർഗ്ഗമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല. പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല. ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു, ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു, പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങൾ. അവർ നീ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം ഒടുങ്ങിപ്പോയവരെ, പോസ്കോ കേസ് അകപ്പെട്ടവരെ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ എന്നെ ശിക്ഷിച്ചു, എന്നാൽ തെറ്റ് ചെയ്തിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ മേടിച്ചതിൻ്റെ പേരിൽ പുതിയ പുതിയ തെറ്റുകൾ ആവർത്തിച്ച് നിരാശപ്പെട്ട് വീണ്ടും തെറ്റിൽ തന്നെ മെഴുകി ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗർഭിണികളെ ആശീർവദിക്കുന്നു, പ്രസവവാർഡ് കഴിയുന്നവരെ ആശീർവദിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നവരെ ആശീർവദിക്കുന്നു, പലതരത്തിലുള്ള കുടുംബസമാധി ഇല്ലാത്തവരെ ആശീർവദിക്കുന്നു, ഭർത്താവും ഭാര്യയും പിരിഞ്ഞു നിൽക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് അവർക്ക് ആവശ്യിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യട്ടെ. ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തവരും തൊഴിലില്ലാത്തവരും ചെയ്യുന്ന തൊഴിലിൽ കടം കയറി മുടിഞ്ഞവരെയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പരസ്പരം വെറുക്കപ്പെട്ടവരായിട്ട് കുടുംബത്തിൽ തന്നെ ജീവിക്കണോ വേണ്ടതെന്ന് ഓർത്തിട്ട് വിഷമിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസാൽത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥലെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നിൻ്റെ കുടുംബത്തെ ആശ്രയിക്കുന്നു. നിൻ്റെ തകർന്നുപോയ മനസ്സിനെയും കടങ്ങൾക്ക് പതുക്കെ കടങ്ങളായിട്ട് സമാധാനം കിട്ടാത്ത ജീവിതാവസ്ഥകളെ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവും നീക്കാമേൻ.